ഹായ് ചങ്കോളെ. അപ്പോൾ നമ്മളിന്ന് ഒരു മീൻകറിയുടെ പരിപാടിയാണ്. ഓക്കെ, ഒന്നും നോക്കണ്ട, ഒരു ചൂര കറി കൊണ്ട് വെക്കാമെന്ന് പഠിച്ചു. അങ്ങനെ ഞാൻ വേഗം സവോളയും കാര്യങ്ങളെല്ലാം മുറുക്കി തക്കാളിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതേമാതിരി നമ്മുടെ ചീഞ്ചട്ടിയിൽ മുളകും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല മൂപ്പിച്ചെടുക്കുകയാണ് ഇപ്പോൾ. എല്ലാം നോക്കുമ്പോൾ വൈകുന്നേരം പോയപ്പോൾ ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുന്നു മീനും കാര്യങ്ങളൊക്കെ. വീട്ടിലെല്ലാവർക്കും വയ്യ വയ്യ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വീട്ടുകാർ മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ, പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞില്ലല്ലോ കുക്കിങ് ആണുങ്ങൾക്ക് ചെയ്യാമല്ലോ. അതൊന്നും നോക്കിയില്ല, നമ്മളോട് കയറി അങ്ങനെ മീൻ മുളകും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അതേമാതിരി നല്ല ഉള്ളിയും സവോളയും വെളുത്തുള്ളിയും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ചൂരക്കറി കണ്ടിട്ടൊന്ന് ഒന്നും നോക്കിയില്ല, നമ്മൾ ചൂരക്കറി വെക്കുള്ളതിലാണ്. അമ്മയാണെങ്കിൽ വയ്യ വയ്യ പറഞ്ഞിട്ടിരിക്കുകയാണ്. എന്തായാലും ആയിക്കോട്ടെ, നമ്മളിടയ്ക്കൊക്കെ ചെയ്യണ്ടേ. നല്ല എണ്ണയൊക്കെ ഒഴിച്ച് വാട്ടിയെടുക്കുകയാണ്. നമ്മുടെ സവോളയും സെറ്റാക്കിയിട്ടുണ്ട്, തക്കാളിയും കാര്യങ്ങളും നേരെ അതിലേക്ക് ഇട്ട് സെറ്റാക്കാൻ വേണ്ടി പോവാണ്. എന്തായാലും ഇന്നത്തെ കറി സൂപ്പറാക്കണം വെച്ചിട്ട് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ സൂപ്പറാവും. നമ്മളിടയ്ക്ക് ഗൾഫിലൊക്കെ ചെയ്യേണ്ടതായതുകൊണ്ട് നമുക്ക് ഉറപ്പുണ്ട് സൂപ്പറാവുമെന്ന്. അങ്ങനെ നോക്കിയില്ല, നമ്മൾ തക്കാളിയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ അടിച്ചു. നല്ല മുളകുപൊടിയും കാര്യങ്ങളും മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയിൽ എണ്ണ ഒഴിച്ച് നമ്മുടെ സവാളയും അതേമാതിരി തക്കാളിയും കാര്യങ്ങളും അതേമാതിരി വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയൊക്കെ നല്ല വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് കുറുകുറായിട്ട് ഇടിച്ച് ചെയ്യാറ് ഇല്ല. കറുപ്പ് കളർ ഉണ്ടെങ്കിൽ കരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, നല്ല കുറുക്കിയെടുക്കണം ചെയ്യാറ്. എന്നിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യണം, നമ്മുടെ കുറേശ്ശെ പുളിവെള്ളം കാര്യങ്ങൾ അപ്പോഴേക്കൊക്കെ സെറ്റാക്കും. അമ്മയോട് ഞാൻ പുളിവെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിക്കാൻ പറഞ്ഞിട്ട് തന്നു. അമ്മ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ പുളിവെള്ളം കാര്യങ്ങളൊക്കെ എടുത്ത് അമ്മ എങ്ങനെ തന്നു. ഒന്നും നോക്കിയില്ല, നമ്മളൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുറുക്കി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി അങ്ങനെ മുളക് പൊടി മസാല എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൂരക്കുട്ടനെ അതിലേക്ക് എടുത്തിടാം. ചൂരക്കട്ട് നല്ല കഴുകി വൃത്തിയായിരിക്കുന്നുണ്ട് ഇടാം. പിന്നെ നേരെ എടുക്കണു നമ്മളിതാ മെല്ലെ മെല്ലെ ഇടുകയാണ്. പുളിവെള്ളം നല്ല തിളച്ച് വരുമ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ ഇടുക. നമ്മൾ നാടനൊരു കറി ആയതുകൊണ്ട് വലിയ അധികം സെറ്റപ്പൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എടുക്കണം. നമ്മൾ കപ്പയ്ക്കായിട്ട് കൂട്ടി കഴിക്കാൻ അടിപൊളിയാവും. പണ്ട് ഞാൻ ഗൾഫിലുള്ള സമയത്ത് ചെക്കന്മാരെ കൂടി ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കും. ഇന്ന് പൈസയിലാണ് ഉണ്ടാക്കിയത്, ഞങ്ങളില്ല. പൈസ പിന്നെ കോഴിക്കോട്ടത്തെ കൂടിയായിട്ട് അങ്ങനെ ഉണ്ടാക്കും. അവൻ വെച്ച കറി സൂപ്പർ. അത് അത്രയും വലിയ നമ്മൾ ചെറുതായിട്ടൊക്കെ നമ്മളുണ്ട്. അങ്ങനെ നമ്മുടെ ചൂരക്കറി ഞാൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ നമ്മൾ അടിപൊളി ചൂരക്കറി ഉണ്ടാവില്ല. ഓക്കെ, വായു വെള്ളം വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല, അച്ഛൻ ഭക്ഷണം കഴിക്കാറായി. ശബ്ദം ഉണ്ടാക്കി തുടങ്ങി. 9:30 കഴിഞ്ഞു. വേഗാവട്ടെ വന്നു. എന്തായാലും നമ്മുടെ ചൂരക്കറി സെറ്റായാലും നല്ല മീനും നല്ല മണം. അത് അമ്മ വന്ന് നിൽക്കേണ്ട അടുത്ത് അച്ഛന് ചോറ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു. എന്തായാലും നമ്മുടെ ചൂരക്കറി സെറ്റായി. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമ്മൾ കുറേശ്ശെയായിട്ട് നമ്മൾ എടുത്ത് കഴിക്കാനുള്ള സെറ്റപ്പിലാണ്. എനിക്ക് അമ്മ ചോറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത കറികളൊക്കെ ഇട്ടിങ്ങി വരാം. ഓക്കെ, ബൈ.